മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഒരു ട്രാൻസ്ജെൻഡർ നേഹ കിന്നർ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്താണ് അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം? എന്ത് രാജ്യദ്രോഹമാണ് അയാൾ ചെയ്തത്? വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്, അത്ഭുതപ്പെടുത്തുന്ന എന്നാൽ അതേസമയം ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമാണ്. അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ നേഹ കിന്നാർ അറസ്റ്റിലാകുന്നത്. പോലീസ് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ അറസ്റ്റ് ചെയ്ത് ഇവരൊരു ട്രാൻസ്ജെൻഡറാണ്. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ഭോപ്പാൽ പോലീസിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തുടരന്വേഷണം നടത്തി കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. ഈ നേഹ കിന്നാർ ട്രാൻസ്ജെൻഡർ അല്ല, ഒരു പുരുഷനാണ്. ഇവരുടെ സ്വദേശം ഇന്ത്യയിലേ അല്ല. അവർ ബംഗ്ലാദേശിൽ നിന്ന് അതീവ രഹസ്യമായി 10 വയസ്സുള്ളപ്പോൾ നുഴഞ്ഞു കയറിയതാണ്. മറ്റാരുടെയോ കൂടെ നുഴഞ്ഞു കയറി ഇവിടെ വന്ന് 28 വർഷമായിട്ട് അവർ ട്രാൻസ്ജെൻഡറായിട്ട്, ഈ അബ്ദുൾ കലാം, ഇതാണ് അയാളുടെ ശരിക്കുള്ള പേര്, ഈ 28 വർഷമായിട്ട് അനധികൃതമായിട്ട് ഇവിടെ കഴിയുകയാണ്. യുവാവാണ്, ട്രാൻസ്ജെൻഡറിൻ്റെ വേഷത്തിലാണ്. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ട്, വ്യാജ ആധാർ കാർഡുണ്ട്, ഇതെല്ലാം കൈവശം വെച്ചുകൊണ്ട് ഇനി രസകരമായ മറ്റൊരു സംഗതി, ഇയാൾ വ്യാജ പാസ്പോർട്ടും ഒപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇതെല്ലാം ആയിട്ട് ഇവിടെ കഴിയുകയാണ്. ഇയാൾ ഇതിനിടയ്ക്ക് നിരവധി തവണ ബംഗ്ലാദേശിൽ പോയിട്ടുമുണ്ട്. അതൊക്കെയാണ് ഈ പോലീസ് ഇയാൾക്കെതിരെ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഈ UAPA വകുപ്പ് ചുമത്തും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ ബംഗ്ലാദേശ് പൗരൻ അബ്ദുൾ കലാമിനെതിരെ നമുക്കറിയാം, ഈ നമ്മുടെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കുള്ള 7 സംസ്ഥാനങ്ങൾ, ഈ 7 സംസ്ഥാനങ്ങളിലും വ്യാപകമായിട്ട് ബംഗ്ലാദേശികൾ, റോഹിംഗ്യകൾ ഒക്കെ കുടിയേറുന്നുണ്ട്. ഇപ്പോൾ ആസാമിൽ നമ്മൾ ഏറ്റവും പുതുതായിട്ട് അവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നവീകരണ പ്രക്രിയകൾ അവിടെ ആസാമിൽ, ത്രിപുരയിലൊക്കെ നടക്കുകയാണ്. ഈ ത്രിപുരയിൽ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന, അതേസമയം നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. ത്രിപുരയിൽ സർക്കാരിനൊടുവിൽ ഒരു ബംഗ്ലാദേശികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഗവൺമെൻറ് തലത്തിൽ. അതായത് വ്യാപകമായിട്ട് ബംഗ്ലാദേശികൾ ത്രിപുരയിലേക്ക് നുഴഞ്ഞു കയറുന്നു. അങ്ങനെ നുഴഞ്ഞു കയറി അവർ തദ്ദേശീയരോടൊപ്പം ഈ പറയുന്നത് പോലെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഒക്കെ ഒപ്പിച്ച് തദ്ദേശീയരോടൊപ്പം കഴിയുകയാണ്. നമുക്കറിയാം ത്രിപുര എത്രയോ വർഷങ്ങൾ ഇടതുപക്ഷമാണ് ഭരിച്ചത്, അല്ലേ? മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് അവിടെ നടന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ടേം ആയിട്ടാണ് അവിടെ BJP, 2 ടേമായിട്ടാണ് അവിടെ BJP ജയിക്കുന്നത്. BJP അവിടെ ഭരിക്കാൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ത്രിപുരയിൽ വന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു, വ്യവസ്ഥകളുണ്ടായി, സ്കൂളുകളിൽ കൃത്യമായിട്ട് അധ്യാപകരെ നിയമിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. ഭരണപരമായി ഒരുപാട് മാറ്റങ്ങൾ ത്രിപുരയിൽ വന്നു. നല്ല റോഡുകളുണ്ടായി, ഇപ്പോൾ ട്രെയിൻ ത്രിപുരയിലേക്ക് വരുന്നു. അങ്ങനെ വലിയ വലിയ വ്യത്യാസങ്ങൾ. അവിടെ പുതിയ എയർപോർട്ട്, പുതിയൊരു വലിയ വിമാനത്താവളം ത്രിപുരയിൽ ഉണ്ടാകുന്നു. നല്ലൊരു വ്യോമത്താവളം വരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ, വായുസേനയുടെ ഒരു വലിയ എയർ ബേസ് അവിടെ വരുന്നു, വ്യോമത്താവളം അവിടെ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അവിടെ വലിയ ത്രെട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഒക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിതൊക്കെ, സംസ്ഥാനങ്ങളാണിതൊക്കെ. മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ മിസോറാം, നാഗാലാൻഡ് ഒക്കെ വലിയ ഭീഷണി അവിടെയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ ത്രിപുരയിൽ ഇന്ത്യൻ സേന, പ്രതിരോധ വകുപ്പ് ഒരു വ്യോമത്താവളം ഒരുക്കുന്നത്. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമുക്ക് വിവരം കിട്ടുന്നു, വലിയ തോതിൽ അവിടെ ബംഗ്ലാദേശികൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പൗരൻ ആരാണ്, ബംഗ്ലാദേശി പൗരൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം ഇവർ ഇടകലർന്നിരിക്കുകയാണ്. അങ്ങനെ അവരെ കണ്ടെത്തി കൃത്യമായിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശികളെ നാടുകടത്താൻ ത്രിപുര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. ഈ ത്രിപുര ടാസ്ക് ഫോഴ്സിൽ
അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റ് ത്രിപുര ജില്ലയിലാണ് ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. പടിഞ്ഞാറൻ ത്രിപുരയിലാണ്. ഈ പടിഞ്ഞാറൻ ത്രിപുരയിലേക്കാണ് ബംഗ്ലാദേശികൾ കൂടുതലായിട്ട് നുഴഞ്ഞു കയറിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതായത് 15 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ആണ് ഈ ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെടുന്നത്. ജില്ലാ ഇൻ്റലിജൻസ് ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ദേബാശിഷ് സാഹ ഇവരെ നയിക്കും എന്നാണ്. ഈ വാർത്ത വേണം നമ്മൾ ഈ മധ്യപ്രദേശിലെ നുഴഞ്ഞു കയറിയ ട്രാൻസ്ജെൻഡറായി വേഷം മാറി കഴിയുന്ന ഈ ബംഗ്ലാദേശി പൗരൻ അബ്ദുൽ കലാമിൻ്റെ ആ വാർത്തയുമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കാൻ. ഇപ്പോൾ നമുക്കറിയാം, ആസാമിൽ അടുത്ത് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ആസാമിൽ പൗരത്വ രജിസ്റ്റർ ക്ലിയർ ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വലിയ തോതിലാണ് അവിടെ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ആയിരങ്ങളൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ, ഏതാണ്ട് കോടിക്കടുത്ത് അല്ലെങ്കിൽ കോടിയും കഴിഞ്ഞ് ആൾക്കാർ അവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് ഹിമന്ത ബിശ്വാസ് സർക്കാർ പറയുന്നത്. അവിടെ കോൺഗ്രസ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഹിമന്ത ബിശ്വാസിനെ അധികാരം ആസാമിൽ ഞങ്ങൾക്ക് കിട്ടിയാൽ ഹിമന്ത ബിശ്വാസിനെ ഞങ്ങൾ അകത്താക്കും എന്നാണ്. ഹിമന്ത ബിശ്വാസ് അതിന് മറുപടി കൊടുത്തത്, അവിടെ ഒരു ചെറിയൊരു കലാപം നടന്നു. ആ കലാപത്തിൽ കോൺഗ്രസ്സുകാരായ നിരവധി പേർ പ്രതികളായിട്ടുണ്ട്. അവർ പ്രതികളായത്, ആ കലാപം ഉണ്ടായതിനും കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗമാണ്. അതിന് കൃത്യമായ തെളിവ് കിട്ടിയാൽ രാഹുൽ ഗാന്ധിയെ ഞാൻ പൊക്കി അകത്താക്കും, ഇവിടുത്തെ പോലീസ്, ആസാം പോലീസ് പൊക്കി അകത്താക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആസാം പോലീസ് നമുക്കറിയാം അത്ര കരുത്തുള്ളവരാണ്. ആസാം റൈഫിൾസ് എന്ന് പറയുന്ന ഒരു റെജിമെൻ്റ്, ഒരു പട്ടാള റെജിമെൻ്റ് തന്നെ ഉണ്ട്. അത്തരത്തിൽ ഈ ആസാം ഹിമന്ത ബിശ്വാസ് ആരായിരുന്നു നമുക്കറിയാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോയത്. ഇപ്പോൾ അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രിയാണ് ആസാമിൽ. എന്ന് മാത്രമല്ല, കറകളഞ്ഞ രാജ്യസ്നേഹിയാണ് അദ്ദേഹം. അങ്ങനെയുള്ളവർക്ക് കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഹിമന്ത ബിശ്വാസയുടെ വിട്ടുപോകൽ. ഇപ്പോൾ അവിടെ തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട് കോൺഗ്രസിൻ്റെ. ഈ തരുൺ ഗൊഗോയുടെ ഭാര്യ പാക് ചാരസംഘടനയുമായിട്ട് ബന്ധമുള്ളയാളാണെന്ന ആക്ഷേപം പരക്കെ അവിടെ ഉണ്ട്, വ്യാപകമാണ് അങ്ങനെ ഒരു ആരോപണം. അവർ നിരവധി തവണ പാകിസ്ഥാനിൽ പോകുന്നു. ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തുന്നു. തരുൺ ഗൊഗോയ് തന്നെ പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ഭരണ അട്ടിമറി നടത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായിട്ട് BJP ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്നതിനെ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ വിശകലനം ചെയ്യാൻ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ബംഗ്ലാദേശികളും റോഹിംഗ്യകളും വ്യാപകമായിട്ട് ഈ സപ്ത സഹോദരിമാരുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവിടെ നിന്നും വ്യാജ ആധാർ കാർഡുകളും തിരിച്ചറിയൽ കാർഡുകളും സ്വന്തമാക്കി അവർ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും സംക്രമിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ബംഗ്ലാദേശികൾ എത്ര പേരെ ഈ കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് പിടികൂടി എന്ന് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ബംഗ്ലാദേശ് കോളനി പോലും നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ ഉണ്ട് എന്നാണ്. അത് കണ്ടെത്തി അവരെ പിടികൂടി ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂറൽ SP, റൂറൽ സൂപ്രണ്ടൻറ്റൻ്റ് ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് കേരളത്തിൽ പോലും രൂപീകരിച്ചിരിക്കുന്നു. നമ്മൾ നോക്കണം, കേരളവും ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശുമായിട്ട് എത്ര അകലമുണ്ട്, എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും അവർ കേരളത്തിലേക്ക് വന്ന് കുടിയേറുന്നു, കേരളത്തിൽ അനധികൃതമായിട്ട് രഹസ്യമായിട്ട് താമസിക്കുന്നു. അബ്ദുൽ കലാമിനെ പോലെ വേഷം മാറി ട്രാൻസ്ജെൻഡറുകളുടെ അടക്കം രൂപത്തിൽ എത്ര പേർ രാജ്യത്തിനുള്ളിൽ എവിടെയൊക്കെ കഴിയുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. റോഹിംഗ്യകളുടെ കാര്യത്തിലും സമാനമാണ്. റോഹിംഗ്യകളെയും ഇത്തരത്തിൽ കണ്ടെത്തി പുറത്താക്കാനാണ് ഇപ്പോൾ ആസാം ഉൾപ്പെടുന്ന, ആസാം മാത്രമല്ല ത്രിപുര, ആസാം തുടങ്ങിയ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇത്തരം ആൾക്കാരെ കണ്ടെത്തി ഇന്ത്യക്ക് പുറത്തേക്ക് അവരെ നാട് കടത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതെന്തായാലും അതിന് ശക്തമായ പിന്തുണ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലൊരു പരിപാടിയിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു, ഒരു
ഈ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാളെ പോലും ഇവിടെ വെച്ച് പൊടിപ്പിക്കില്ല. ഈ നുഴഞ്ഞു കയറി വരുന്ന ഇതര രാജ്യത്തുള്ള ആൾക്കാരെ ഉറപ്പായിട്ടും ഇവിടുന്ന് പിടിച്ചു പുറത്താക്കും എന്ന് നരേന്ദ്രമോദി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ടാസ്ക് ഫോഴ്സുകളുടെ എല്ലാം പ്രവർത്തനം വളരെ സൂക്ഷ്മമായി ജാഗ്രതയോടെ നോക്കിക്കാണണം. കാരണം നമ്മുടെ രാജ്യത്തേക്ക് ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്ന ആൾക്കാർ പല ലക്ഷ്യങ്ങളോടുകൂടി വരുന്നതാണ്. കലാപം നടത്താനും കൊള്ളയടിക്കാനും നമ്മുടെ ആൾക്കാരെ കൊല്ലാനുമൊക്കെ അവർ ശ്രമിച്ചേക്കും. അതിന് അനുവദിച്ചു കൊടുക്കരുത്. പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ നേരിടുകയും നിയമത്തിൻ്റെ സഹായത്തോടുകൂടി അവരെ ഇവിടെ നിന്ന് നാട് കടത്തുകയും വേണ്ടതാണ് എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു.